ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. പ്രസിഡന്റും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തിനശിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ള ഹയാനി ഉൾപ്പെടെ കോപ്റ്ററിലുണ്ടായിരുന്ന 9 പേരും അപകടത്തിൽ മരിച്ചുവെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. പ്രാർത്ഥനകൾ വിഫലം. 14 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിൽ ജീവന്റെ ഒരു തുടിപ്പ് പോലും അവശേഷിപ്പിക്കാതെ കത്തി നശിച്ച ഹെലികോപ്റ്റർ കണ്ടെത്തി. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, വിദേശകാര്യമന്ത്രി അമീർ അബ്ദുള്ളാഹിയാൻ, കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയുടെ ഗവർണർ മാലിക് റഹ്മത്തി, കമാൻഡർ സർദാർ സെയ്ദ് മൊഹദി മൗസവി, ഇറാനിയൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി ഹാഷിം. ഇവരെ കൂടാതെ അംഗരക്ഷകരും ജീവനക്കാരുമടക്കം ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടു. ചില മൃതദേഹങ്ങൾ തിരിച്ചറിയാനാവാത്ത വിധം കത്തിക്കരിഞ്ഞതായും ഇറാൻ അധികൃതർ അറിയിച്ചു. തുർക്കിയുടെ ഡ്രോൺ സംഘമാണ് ഹെലികോപ്റ്റർ കണ്ടെത്തിയത്. മലയിടുക്കുകളിൽ തട്ടിയാണ് അപകടം സംഭവിച്ചത്. ഇറാൻ അസർബൈജാൻ സംയുക്ത സംരംഭമായ ഖിസ്കലാസി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങവേ ഇന്നലെയാണ് പ്രസിഡന്റും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. ദുർഘടമായ മലമ്പ്രദേശത്തെ കനത്ത മൂടൽമഞ്ഞുള്ള കാലാവസ്ഥ രക്ഷാപ്രവർത്തനം ഏറെ ശ്രമകരമാക്കി. രക്ഷാപ്രവർത്തനത്തെ സഹായിക്കാൻ തുർക്കിയും റഷ്യയും പ്രത്യേക ദൗത്യ സംഘങ്ങളെ ഇറാനിലേക്ക് അയച്ചു. പ്രസിഡന്റ് കൊല്ലപ്പെട്ടതോടെ ഇറാൻ ഭരണഘടന പ്രകാരം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബാർ ഇറാന്റെ താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേൽക്കും. പ്രത്യേക കൗൺസിലിനായിരിക്കും ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ചുമതല. 50 ദിവസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനായുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച തീരുമാനങ്ങൾക്കായി ഇറാനിയൻ മന്ത്രിസഭയുടെ അടിയന്തര യോഗം പുരോഗമിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ അനുശോചിച്ച ലോകരാജ്യങ്ങൾ. ഇറാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി GCC രാജ്യങ്ങൾ അറിയിച്ചു. ഇറാനൊപ്പമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. പാകിസ്ഥാൻ ഒരു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബാർ ഇടക്കാല പ്രസിഡന്റാകും. റിസർച്ച് ഡെസ്കിൽ നിന്നും ശ്യാമ സദാനന്ദൻ വിവരങ്ങളുമായി. ശ്യാമ, ഇപ്പോൾ ഇറാൻ പ്രസിഡന്റിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ അനുശോചനമടക്കമുള്ള പ്രതികരണങ്ങൾ വരുന്നു. ഇപ്പോൾ ഇസ്രയേലുമായി ഗാസയെ ചൊല്ലി ഇറാൻ എതിർപക്ഷത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു ദുരൂഹ മരണമാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. ഇതൊരു അപകട മരണമെന്ന് ഇറാൻ പറയുന്നുണ്ടോ? അത്തരത്തിലൊരു അപ്ഡേഷൻ ഇറാൻ ഔദ്യോഗികമായി ഇതുവരെയും പറഞ്ഞിട്ടില്ല. അട്ടിമറിയെ സംബന്ധിച്ചും ഗൂഢാലോചനയെ സംബന്ധിച്ചുമെല്ലാം പലതരത്തിലുള്ള വാർത്തകൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. കാരണം ഗാസയുമായുള്ള ഇസ്രായേലിൻ്റെ യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ എതിർപക്ഷത്തു നിന്ന് ശക്തമായ രാജ്യമായിരുന്നു ഇറാൻ. ഗാസയ്ക്കും ഹമാസിനും വേണ്ടി ഏറ്റവും നിലപാടെടുത്തതും ഇറാനായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ സിറിയയിൽ ഇറാന്റെ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തുകയുണ്ടായി. ആ ഘട്ടത്തിലെല്ലാം ഞങ്ങൾ തിരിച്ചടിക്കും, ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ യുദ്ധം തുടങ്ങും എന്ന തരത്തിലുള്ള നിലപാട് ഇറാൻ എടുത്തിരുന്നു. ഈ നിലപാടിനെല്ലാം പുറകിൽ ഇറാനിയൻ പ്രസിഡന്റായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇറാനിയൻ പ്രസിഡന്റ് കൊല്ലപ്പെടുമ്പോൾ അതിന് പുറകിൽ ഇസ്രായേൽ ആണോ എന്ന തരത്തിലുള്ള വാർത്തകളും അത്തരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിലും നിലവിൽ അത്തരത്തിൽ യാതൊരു ഔദ്യോഗിക സ്ഥിരീകരണമോ ഔദ്യോഗിക വിവരങ്ങളോ പുറത്തു വരുന്നില്ല. കാരണം കാലാവസ്ഥ പ്രതികൂലമായ ഒരു കാലാവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 40 വർഷം പഴക്കമുള്ള ഒരു ഹെലികോപ്റ്ററിലാണ് ഇറാനിയൻ പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ അപകട സാധ്യത കൂടുതലാണ് എന്നൊരു വിലയിരുത്തൽ വരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഒരു അട്ടിമറി സാധ്യതയെക്കുറിച്ചുള്ള അപ്ഡേഷൻ വരുന്നില്ല. ഇതേക്കുറിച്ചെല്ലാം സമയമെടുത്തുള്ള അന്വേഷണം ആവശ്യമാണ്. നിലവിൽ ഇറാനിയൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ലോകരാജ്യങ്ങൾ അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ച രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം മേഖലയിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു വ്യാപനം ഉപയോഗിച്ച് ഇന്ത്യ മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ ഇന്ത്യക്കും ഇദ്ദേഹത്തിൻ്റെ മരണം ഒരു വലിയ തീരാ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ മുഹമ്മദ് മൊഖ്ബർ ഇടക്കാല പ്രസിഡന്റായി ഇറാനിൽ ചുമതലയേൽക്കുന്നുണ്ട്. അലി ഖമേനിയുടെ അടുത്തയാളാണ്. ആദ്യ വൈസ് പ്രസിഡന്റാണ്. 2021 റൈസി പ്രസിഡന്റായി ചുമതലയേറ്റ ഇപ്പോൾ തന്നെ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റയാളാണ് ഇദ്ദേഹം. പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമേനിയുമായി വളരെയധികം ബന്ധം പുലർത്തുന്നുണ്ട്. പരമോന്നത നേതാവുമായി ബന്ധിപ്പിച്ചുള്ള നിക്ഷേപ ഫണ്ടായിട്ടുള്ള സെറ്റാഡിൻ്റെ തലവനായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന് ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധമുണ്ടെന്ന് കണക്കാക്കി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉപരോധങ്ങളെല്ലാം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം പിന്നീട് 2 വർഷത്തിന് ശേഷം ഉപരോധം നീക്കിയിട്ടുണ്ട്. നിലവിൽ ഇറാൻ്റെ ഇടക്കാല പ്രസിഡന്റായി മൊഖ്ബേനി രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ അടിയന്തര ക്യാബിനറ്റ് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സ്മൃതി. ശരി, ശ്യാമ സദാനന്ദനാണ് തത്സമയ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. തീവ്ര നിലപാടുകാരനായ
റേസി അയത്തുള്ള ഖുമൈനിയുടെ പരമോന്നത നേതാവിന്റെ ഏറ്റവും അടുത്ത ആളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്.